നമുക്കൊരു പോർക്ക് കറി തയ്യാറാക്കാം. ഒരു പ്രത്യേക തരത്തിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കിയെടുക്കുന്നത്. എന്നാൽ അതിരുചിയേറിയ കറിയുമാണ്. അപ്പോൾ നമ്മൾ പോർക്ക് കഷ്ണങ്ങളെ മുഴുത്ത ചങ്ക്സായിട്ട്, അതായത് മുഴുത്ത കഷ്ണങ്ങളായിട്ട് ഞുറുക്കണം. ഇതിനകത്ത് നെയ്യും ഇറച്ചിയും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പം ഇത് മുറിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെ മുഴുത്ത കഷ്ണങ്ങൾ നെയ്യും അതിൻ്റെ ഇറച്ചിയും കൂടെ കൂട്ടി വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട്. അപ്പം അങ്ങനെ മുഴുത്ത കഷ്ണങ്ങൾ ആക്കി മുറിച്ചെടുത്ത് 1/4 കിലോ ഇറച്ചിയുണ്ട്. അതിലേക്ക് മഞ്ഞളും ഉപ്പും കുരുമുളകും കൂടെ ജസ്റ്റ് ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പുരട്ടി വെച്ചത് മാത്രമേ ഉള്ളൂ. നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുരട്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കണ്ട. ഒരു ഫ്രൈ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് തീ കൂട്ടിയിടാം. കുറച്ച് എണ്ണ മാത്രമേ ഞാനിപ്പം ഇതിനകത്ത് വെച്ചിട്ടുള്ളൂ. ഇനി ഇതിനകത്ത് നമുക്ക് ചേർക്കേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റാണ് ഉരുളക്കിഴങ്ങ്. ഇതുപോലെ തന്നെ മുഴുത്ത കഷ്ണങ്ങളാക്കി, അതായത് പോർക്കിൻ്റെ കഷ്ണങ്ങളോട് യോജിക്കുന്ന തരത്തിലുള്ള അത്രയും വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി വേണം നമ്മൾ ഉരുളക്കിഴങ്ങിനെ എടുക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഉപ്പ്, കുരുമുളക്, മഞ്ഞൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇപ്പം വേറെ പെരിഞ്ചീരകമോ അങ്ങനത്തെ യാതൊരു മസാലകളും ചേർത്തിട്ടില്ല. മാറിനേറ്റ് ചെയ്ത് വയ്ക്കുകയൊന്നും വേണ്ട. ഫ്രൈ ചെയ്യുന്നതിന് ജസ്റ്റ് ആ സമയത്ത് തന്നെ അതൊന്ന് തട്ടിയാൽ മാത്രം മതി. നിരത്തിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ ഇതാണ് ഉരുളക്കിഴങ്ങ് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, നമ്മുടെ പോർക്കിൻ്റെ അത്രയും ആ കഷ്ണത്തിൻ്റെ വലുപ്പത്തോട് ചേരുന്ന അത്രയും വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് തന്നെയാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നമ്മളിതുപോലെ ഈ പോർക്ക് മാറ്റിയതിന് ശേഷം അതിലേക്കിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയെ. നമ്മുടെ പോർക്ക് ഇറച്ചിക്കകത്തുനിന്ന് നെയ്യ് എങ്ങനെയാണ് കളയുന്നതെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ആ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ആ ഇറച്ചി അടുപ്പിലോട്ട് വെച്ച ഉടനെ തന്നെ അതിൻ്റെ നെയ്യ് മുഴുവൻ കംപ്ലീറ്റ് ഇങ്ങനെ ഉരുകി വന്നുകൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഉപ്പ്, മഞ്ഞൾ അങ്ങനത്തെ യാതൊരു സാധനങ്ങളും ചേർക്കരുതെന്ന്. ഇത് കണ്ടോ, നമ്മുടെ ഇപ്പോൾ ഇതിനകത്ത് ചങ്ക്സായിട്ട് ഇങ്ങനെ തൊലി കിടപ്പുണ്ടല്ലോ, നെയ്യ് കൂടിയ കഷ്ണങ്ങൾ കിടപ്പുണ്ട്. ഇത് കണ്ടോ, അത് അങ്ങനെ തന്നെ കിടക്കത്തേ ഉള്ളൂ കേട്ടോ. ഇതിവിടെ ഞങ്ങൾക്കൊക്കെ നെയ്യ് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതിങ്ങനെ ഈ കഷ്ണം ഇതിങ്ങനെ തന്നെ കിടക്കും. ഇതിൽ നിന്ന് നെയ്യ് ഒട്ടും ഉരുകി പോകത്തില്ല. അപ്പോൾ കാരണം നമ്മൾ മഞ്ഞളും ഉപ്പും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്, എണ്ണയും ചേർത്തു. അപ്പോൾ എണ്ണയിലും ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ഒരിക്കലും അതിനകത്തുനിന്ന് നെയ്യ് ഇറങ്ങി പോകത്തില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. അപ്പം നമ്മൾ പോർക്ക് ഫ്രൈ ചെയ്ത് മതി കേട്ടോ. ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യരുത്, ഉണക്കി കളയരുത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. അപ്പം നമുക്കത് മാറ്റിയെടുത്തിട്ട് ഉരുളക്കിഴങ്ങ് ഈ സെയിം എണ്ണയിലേക്ക് തന്നെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇറച്ചി മുഴുവൻ കോരി കഴിഞ്ഞ് ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങിനെ ഇടാം. ഇവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയും ഇതിനൊക്കെ വേവുള്ളതാണ് കേട്ടോ. ശരിക്കും അങ്ങോട്ട് വേവിച്ചല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. ഒന്ന് ഫ്രൈ, ഒരു ചെറുതായിട്ടൊരു ഫ്രൈ എന്നുള്ള രീതിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചതുര കഷ്ണങ്ങളായിട്ട് ഞുറുക്കി വെച്ചിരിക്കുന്ന സവാള, അത് നമ്മൾ ഒന്ന് വറുത്ത് കോരുവാണ്, ഒന്ന് വഴറ്റി കോരുവാണ്, അല്ലാണ്ട് ഒത്തിരി മൂപ്പിച്ചല്ല. ചെറുതായിട്ടൊന്ന് വാട്ടി അതും കോരിയെടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും ഒരു വളരെ കുറച്ച് മതി കേട്ടോ, ഒരു 3/4 ടേബിൾ സ്പൂണ് ഇഞ്ചി അരിഞ്ഞതും 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഈ കൂടത്തിലിടുവാണ്. ഇത് നമ്മളിതുപോലെ വഴറ്റി എടുക്കാം. തീ കൂട്ടി വെച്ചേക്കാം. ഇളക്കി കൊടുത്ത് ഇത് കുഴഞ്ഞൊന്നും പോകണ്ട, അല്ലാണ്ട് തന്നെ. അപ്പോൾ ഇവിടെ നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് അത് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് മൂപ്പിച്ച്, നിങ്ങൾക്ക് കാണാമല്ലോ, അത് ഒത്തിരി അങ്ങോട്ട് മൂപ്പിച്ച് വറക്കുകയൊന്നുമല്ല. ആ പച്ച ചുവയൊന്ന് മാറി, അത്ര തന്നെ. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ അതെല്ലാം നമ്മൾ കോരി വെച്ചു. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള മസാല തയ്യാറാക്കാൻ പോവുകയാണേ. ആദ്യമേ തന്നെ നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, ഇപ്പം 1 കിലോ ഇറച്ചിയുടെ അളവിനാണ് ഞാനീ പറയുന്നത്, 1 കിലോ പന്നിയിറച്ചി. അപ്പം ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കുമിച്ചെടുക്കണം കേട്ടോ. ഇനി ഗരം മസാല 1 ടേബിൾ സ്പൂൺ നിറയെ, വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി നമ്മുടെ ഈ അരപ്പുണ്ടല്ലോ, നല്ല തിളച്ച വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചട്ടിയിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ മൺചട്ടി
അടുപ്പിൽ വെച്ചു, ചൂടായിക്കൊണ്ടിരിക്കുന്നു. അരപ്പ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചു. നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ഡയറക്റ്റ് ഒഴിക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമുക്ക് ചേർക്കാം. അരപ്പിനകത്ത് നമ്മൾ പൊടി ചേർത്തപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒന്ന് ഉപ്പൊന്ന് നോക്കാം. ഓക്കെ, അതവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. ഇനി നമ്മളൊരു സാധനം ഇതിലേക്ക് ചേർക്കാൻ പോണേ. കുടംപുളി ഒരു കഷ്ണം. ഇത് പുളി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുടംപുളിയല്ല കേട്ടോ. ഈ അരപ്പ് ഒരല്പനേരം ഒന്ന് വേകട്ടെ. ഓക്കെ, നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാള, ഉരുളക്കിഴങ്ങ്, ഇറച്ചി എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചുകൂടെ ഇട്ട് വെച്ചേക്കുമായിരുന്നേ. അപ്പോൾ ഇതിനകത്ത് നിന്ന് നിങ്ങൾ ഈ വറുത്ത് വെച്ചിരിക്കുന്നതിനകത്ത് എണ്ണയുടെ അംശമുണ്ട്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ എണ്ണ ഒട്ടും ചേർക്കാതെ തന്നെ അതിലേക്കിടാം. നിങ്ങൾ ഇറച്ചി എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ അരപ്പ് ചേർക്കണം. അപ്പോൾ ഈ അരപ്പ് ചേർക്കുന്ന സമയത്തുണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അരപ്പുകളൊക്കെ ഇതിന് കൃത്യമാണ്. നിങ്ങൾക്ക് അരപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് മല്ലിപ്പൊടിയോ മുളക് പൊടിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഇളക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാൻ പോകണേ. 3 ടേബിൾ സ്പൂൺ മാഗി മിൽക്ക് പൗഡർ എടുത്ത് കലക്കിയ തേങ്ങാപ്പാലാണിത്. ഇതിലേക്ക് ഞാൻ ബാക്കി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കും. അതായത് നമ്മൾ 2ാം പാൽ ചേർക്കുന്നത് പോലെയാണ് ഇപ്പോൾ ഈ തേങ്ങാപ്പാൽ നമ്മൾ ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കാം. ഇത് കറിയാണല്ലോ, അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണം. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ അരപ്പെല്ലാം പാകത്തിന് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില മാത്രമേ ചേർക്കാനുള്ളൂ. ഇതിവിടെ ഇരുന്ന് വേകട്ടെ. വെന്ത് കുറുകി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു ഇത്രയും ചാറെങ്കിലും കിട്ടണം. അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഞാൻ ഇതിനകത്തോടൊരു അല്പം കൂടെ വെള്ളം ചേർക്കാം. കാരണം ഇതിവിടെ ഇരുന്ന് വേകണമല്ലോ. നമുക്ക് ഈ കറിയിലേക്ക് ചുമ്മാ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, മോരിന് ചേർക്കുന്ന ജീരകം, ഒരു പിഞ്ച്, ഇത് ഇത്രയും മാത്രം ചുമ്മാ ഇതിലേക്ക് ഇട്ടേക്കാം. ഒത്തിരി ഇടരുതേ. ഇതുകൊണ്ടല്ലേ നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി നമുക്ക് മൂടി വയ്ക്കാം. തീയും കുറച്ചിടാം. കറിവേപ്പില, ഇതുകൊണ്ട് നമ്മുടെ കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തു. പ്രത്യേകിച്ച് മൺചട്ടിയാണല്ലോ, അപ്പോൾ അടിക്ക് ഉരുളക്കിഴങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇറച്ചിയൊക്കെ വെന്തു എന്ന് പറഞ്ഞാൽ നമ്മൾ വറുത്ത് കഴിയുമ്പോൾ ഇതിനൊരു കട്ടി ഇച്ചിരി കൂടുതലായിരിക്കും. അതൊന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ നമ്മൾ അത് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കറി വാങ്ങാറായിട്ടുണ്ട്. ഇപ്പോൾ വാങ്ങാറാകുന്ന സമയത്ത് നമുക്ക് കുറുകിയ തേങ്ങാപ്പാൽ 1 കപ്പ് ഇതിലേക്ക് ചേർക്കണം. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ മാഗി മിൽക്ക് പൗഡർ ഞാൻ കലക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇതെനിക്ക് പാകത്തിന് ചാറിനായല്ലോ. നന്നായിട്ടൊന്ന് ഇളക്കാം. ഒരു ചെറിയ തിള വന്നു കഴിയുമ്പോൾ നമുക്ക് നിർത്തിയിടാം. നിങ്ങൾ ഒത്തിരി വലിയ പുളി ചേർക്കരുത്. പുളിയുടെ ടേസ്റ്റ് നമ്മുടെ കറിക്ക് വരാനേ പാടില്ല കേട്ടോ. ഒരു ചെറിയൊരു പുളിക്കഷ്ണം ഇടാവുള്ളൂ. അത് നമ്മുടെ ഈ കറിക്ക് ഭയങ്കരമായിട്ട് രുചി വ്യത്യാസം വരുത്തും. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. ഇതും വ്യത്യസ്തമായ രീതിയാണ്. ഇതൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നൊരു കറിയാണ്. ഉരുളക്കിഴങ്ങും പോർക്കും കൂടി ഇങ്ങനെ മുഴുത്ത കഷ്ണങ്ങളാക്കിയിട്ട് വറുത്തിട്ട് വെക്കുന്നൊരു കറി. പണ്ടൊക്കെ അമ്മയൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു കറിയാണ്. ഓക്കെ, ഇനി നമുക്കിതിനകത്തേക്ക് കടുക് താളിച്ചിടണം. ഇതിലേക്ക് ഒരു ശകലം കുരുമുളക് പൊടി, ഒരു നുള്ള് മുളക് പൊടി. നമ്മൾ സൂപ്പർ കറി ഇവിടെ ഇരിപ്പുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് തളിച്ചത് ഇതിലേക്ക് ഒഴിക്കുക. കുരുമുളക് ചേർത്തുകൊണ്ടാണ് അങ്ങനെ കറുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വൺസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. പ്രീതീസ് മന്ന കിച്ചൻ.